പിറ്റേ ദിവസം അജന്ത കേവ്സ് ഒക്കെ പോയി നമ്മൾ യാത്ര മുന്നോട്ട് പോവാണ്. അപ്പം അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്ത് മധ്യപ്രദേശ് എത്തുന്ന സമയത്ത് അവിടെ ഒരു പാലമുണ്ട്. ആ പാലം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡറാണ്. അവിടെ ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്. നമ്മളെ വഴി തെറ്റിയിട്ടാണ് ആ മാർക്കറ്റിൻ്റെ അകത്തെത്തിയത്. അതായത് ഒരാൾ വഴി ചോദിച്ചു പറഞ്ഞ ആൾ പറഞ്ഞു കുറച്ച് ദൂരമേ ഉള്ളൂ, നിങ്ങൾ പൊക്കോ, അടിപൊളി മാർക്കറ്റാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ വലിയ മാർക്കറ്റല്ലേ, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകുന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ വലിയൊരു കാട്. അപ്പോൾ നമ്മൾ ഈ ഹോളോ ബ്രിക്സ് പോലത്തെ ഒരു സംഭവം ഇട്ട റോഡാണ്, മറ്റേ ടാറല്ല. അപ്പോൾ പിന്നെ ഇടയിൽ കോൺക്രീറ്റ് അങ്ങനത്തെ റോഡാണ്. അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ ഒരു ഇത്രയും വലിയൊരു കാടിന് നടുക്കൊരു മാർക്കറ്റ്, വലിയൊരു മാർക്കറ്റ്. അതായത് വൈജാപൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ മെയിനായിട്ട് ആട്, പശു ഇങ്ങനത്തെ സംഭവിക്കാൻ അവിടെ കച്ചവടം ചെയ്യാം. പിന്നെ അവിടെ മെയിനുള്ള സംഭവം സ്പൈസസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഇന്നേ വരെ അവിടെ ഒരാൾ വഴുതിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും പക്കയുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് മാർക്കറ്റിൽ സംഭവം കണ്ട് തേങ്ങയൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നത്. ആ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും വില കൂടിയൊരു സാധനം കണ്ട് തേങ്ങയാണ്. തേങ്ങ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ തേങ്ങയുടെ വിലയൊക്കെ ചോദിച്ച് ഉണക്കത്തേങ്ങ കിലോ 200 രൂപയ്ക്ക് അവർ വില പറയുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് തേങ്ങ കുറച്ച് മേടിച്ച് കഴിച്ച്. അപ്പോൾ മധ്യപ്രദേശ് ബോർഡർ എത്താറായപ്പോൾ മുജിദബ പിന്നെ ശ്രീരാഗ് ഈ 2 പേരുണ്ട്. അപ്പോൾ ഇവർ ഇതേപോലെ കേരളത്തിൽ നിന്ന് നടന്നിറങ്ങിയതാ ഉന്തുവണ്ടിയൊക്കെ ആയിട്ട്. അർബാന എന്ന് പറയുന്നത് നമ്മുടെ മെറ്റലൊക്കെ കൊണ്ടുവന്ന, കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി മെറ്റൽ കൊണ്ടുവന്ന ചെറിയ വണ്ടി, ഒരു വീലുള്ള. അപ്പോൾ അവർ പറഞ്ഞ് അടാ ഞങ്ങളൊരു 10 കിലോമീറ്റർ ഫ്രണ്ടിലുണ്ട്, നമുക്ക് വരികയാണെങ്കിൽ ഒരുമിച്ച് കാണാം, ഇല്ല വെച്ചാൽ മിസ്സാവെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് അടാ ഞങ്ങൾ റൂട്ട് മാറ്റുകയാണ്, ഞങ്ങൾ ജയ്പൂർ വഴിയാണ് കയറുന്നത്, അവർ താജ്മഹൽ വഴിയെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാൽ റൂട്ട് മാറ്റാം, നിങ്ങൾ താജ്മഹൽ വഴി പൊക്കോ, ഞങ്ങൾ ജയ്പൂർ വഴിയെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്പ്ലിറ്റ് ആവുകയാണ്. അങ്ങനെ നമ്മൾ മധ്യപ്രദേശ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നൈറ്റ് സ്റ്റേ അടിച്ചത് ഒരു അമ്പലത്തിലാണ്. അപ്പോൾ ആദ്യം അവരുടെ അടുത്ത് അവർ ഞങ്ങളോട് ചോദിച്ചു എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണ്, ഇതുപോലെ യാത്ര പോവാണ്, ഇന്നിവിടെ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ ടെമ്പിളിനകത്ത് കയറ്റിയില്ല ഞങ്ങളെ, എന്നിട്ട് വെളിയിൽ നിർത്തി. ഞങ്ങളുടെ ചുറ്റും കൂടി ഒരു 10-20 പേരുണ്ടാവും. നമ്മുടെ ചുറ്റും കൂടിയിട്ട് ഇത് പറഞ്ഞു ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഇവിടെ ഇരുത്തും, നിങ്ങൾ കള്ളന്മാരാണോ അതോ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആധാർ കാർഡ് ചോദിച്ച് അങ്ങനെ ഭയങ്കര ഞങ്ങൾ പെട്ടു തന്നെ വിചാരിച്ചു അന്ന്. അപ്പോൾ അവിടെ ഒരു കുറച്ച് കണ്ട ഒരു വിദ്യാഭ്യാസം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പയ്യൻ വന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൾക്ക് കുറച്ച് ഇംഗ്ലീഷ് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളിതുപോലെ യാത്ര ചെയ്യാണ്, നടന്നാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഹിന്ദു ആണോ അതോ വേറെ ഏതെങ്കിലും ജാതിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ പോണായിരുന്നു, നമുക്ക് സ്റ്റേ തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ബ്രോ നമ്മുടെ ആധാർ നമ്പറൊക്കെ മേടിച്ച് അതിൻ്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് OTP ഒക്കെ ചോദിച്ചു. അങ്ങനെ പക്ക നമ്മളൊരു സ്കൂട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അതിനകത്ത് പ്രവേശിപ്പിച്ചത്. അപ്പം അത്രയും അവിടെ നമുക്കൊരു ബാഡ് അനുഭവം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഫ്രണ്ട്ലി. അത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പിടികിട്ടിയില്ല. അവർ ഈ ഒരു സമയം വരെ, അതായത് ആധാർ കാർഡ് വാങ്ങി പരിശോധിക്കാനുള്ളൊരു സമയം വരെ അവർ ഭയങ്കര റൂഡായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്ത്. അതിനുശേഷം ഒരു ഭയങ്കര ഫ്രണ്ട്ലി, നമുക്ക് അവർ ഫുഡ് തരുന്നു, ലഡു തരുന്നു. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ അവർ മൊത്തത്തിൽ ഇങ്ങനെയാണ് സംഭവം എല്ലാവരും കാണുന്നത്, ഒരു ജാതി മതം ബേസിൽ. അപ്പോൾ ഇതാണ് നമുക്ക് യാത്രയിലൊരു ഫസ്റ്റത്തെ അനുഭവം, ജാതിയുടെ ബേസിലെ ഫസ്റ്റത്തെ അനുഭവം ഇതാണ്. പിന്നെ ശേഷം നമ്മൾ അവിടെ നിന്ന് ഗുജറാത്ത് ദാഹോഡ് ടച്ച് ചെയ്ത് രാജസ്ഥാൻ കയറണം, ഇതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ രാജസ്ഥാനിൽ നമുക്ക് മെയിൻ സിറ്റിയിൽ വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് 8 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നൈറ്റ് സ്റ്റേ ചെയ്യാനും ഒരു ഭക്ഷണം കിട്ടാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് എന്നൊരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ ബേസ് ചെയ്ത് സഞ്ചരിച്ച്. അപ്പോൾ ആദ്യം ബൻസ്വാര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് രാജസ്ഥാനിൽ. അപ്പോൾ ബൻസ്വാര നമ്മൾ കുറച്ച് ഉള്ളേരിയ പിടിച്ചു പോയി. ഉള്ളേരിയ പിടിച്ചു പോയപ്പോൾ നൈറ്റ് സ്റ്റേ അടിക്കാൻ നമുക്കൊരു സ്ഥലം കിട്ടാതെ വന്ന്, ഏകദേശം രാത്രി 10:30 ഒക്കെ ആയി. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അമ്പലം കണ്ട്. നമ്മൾ പമ്പൊക്കെ നോക്കുന്ന സമയത്ത് പമ്പിൻ്റെ ലൊക്കേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, അടുത്തൊരു പമ്പുണ്ട്, അവിടെ ലൊക്കേഷൻ ഉണ്ട്, ഇത്ര ദൂരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ അങ്ങനെ ഒരു പമ്പേ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു അമ്പലം കണ്ട്, ഒരു മന്ദിരം കണ്ട്. അങ്ങനെ നമ്മൾ മന്ദിരം നോക്കിയപ്പോൾ നമ്മുടെ ഏജന്റുള്ള ഒരു 2 പയ്യന്മാരുണ്ട്. അപ്പോൾ അവർ ചെടി നനച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങോട്ടാണ്, എവിടെ നിന്ന് വരുന്നത്, എപ്പോൾ യാത്ര തുടങ്ങി, യാത്ര എങ്ങനെയുണ്ട്, ഇതെല്ലാവരും ചോദിക്കുന്നത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മളിതിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ താക്കോല് നമ്മളെ തന്നിട്ട് അവർ പോയി. ഞങ്ങൾ ഞെട്ടി. അതായത് ആദ്യമായിട്ട് കാണുന്ന ഒരു നമ്മുടെ കയ്യിൽ
അമ്പലത്തിന്റെ താക്കോൽ എന്നിട്ട് ഈ 2 പയ്യന്മാർ പോയി. അവർക്ക് BSc മാത്സ് എന്ന് പഠിക്കുക. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരുടെയും വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെയും ഒരു നമുക്ക് ഇത് അറിയാൻ വേണ്ടി പറ്റും. ഇവർ പോയിട്ട് അവർ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് നമുക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യണം. രാത്രി 10:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യണം എന്നൊക്കെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് നമുക്ക് രാത്രി വേറൊരാളിനെയും കൂട്ടി ഇവർ 3 പേരും കൂടെ ഫുഡും കൊണ്ട് വരിക. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഒരു അമ്പലത്തിൻ്റെ താക്കോല് തന്നിട്ട് നിങ്ങൾ രാത്രി ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രാത്രി കിടക്കാം എന്നുള്ള രീതിയിൽ ഇടയ്ക്ക് റെഡി ആയി നിൽക്കുമ്പോൾ ഇവർ തിരിച്ചു വന്നു. അതായത് ഫുഡ് കഴിച്ച ശേഷം ഇവർ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് രാജസ്ഥാനിൽ കല്യാണം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, രാജസ്ഥാനിൽ നമ്മൾ കല്യാണം ഒന്നും കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വന്നോ, ഇവിടെ രാത്രിയാണ് പരിപാടി എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലെങ്ങനെ വെച്ചാൽ ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ആണെന്ന് വെച്ചാൽ ഇവിടെ രാത്രി 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയിക്കുന്ന സമയത്ത് എല്ലാവരും പ്രതിഭന് ഒരു റൂഡായിട്ടുള്ളൊരു നോട്ടം, അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരും ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിം ആണോ? പ്രതിഭനെ കാണുമ്പോൾ ആ ഒരു ലുക്കുണ്ട്, താടിയൊക്കെ വന്ന് അവൻ തൊപ്പിയൊക്കെ അങ്ങനത്തെ ഒരു തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പിള്ളേർക്ക് മനസ്സിലാവുന്നത്, അതായത് നമ്മുടെ ഏജുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കി അവിടുത്തെ വലിയവർ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ആൾക്കൂട്ടം ബഹളാക്കായി. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു. അതായത് നമ്മളെ ഒരാൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണ കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അല്ല ഇവർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഇവരിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രായമുള്ള ആൾക്കാർ പറയണ ഇല്ല, നടക്കില്ല, നിങ്ങൾ എന്ത് പറയുന്നത് നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഇപ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളമായി. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആ കല്യാണം കൂടാൻ പോയി അവർക്കും കൂടാൻ പറ്റിയില്ല. നൈറ്റ് ഞങ്ങൾക്ക് തിരിച്ച് വരണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്ന കാരണം അവർ ഞങ്ങളെ കൊണ്ടാക്കി തിരിച്ച് അമ്പലത്തിൽ വന്ന് കൊണ്ടാക്കി. ലാസ്റ്റ് അവർ അവരുടെ വീട്ടിൽ പോയി. അങ്ങനെ നമ്മുടെ രാജസ്ഥാനിലെ കല്യാണത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത മേജർ സിറ്റീസ് ആയിട്ടുള്ള ജയ്പൂരാണ് ലക്ഷ്യം. അതായത് ഉദയ്പൂർ, അജ്മീർ, ജയ്പൂർ. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. അങ്ങനെ നമ്മൾ ആദ്യം ഉദയ്പൂർ പോയി. അവിടെ മെയിനായിട്ട് എല്ലാ മലയാളീസ് കുറേ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു മലയാള ഹോട്ടലുണ്ട്. അവിടെ നമുക്ക് നാട്ടിലെ ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കുറേ തപ്പി നടന്ന് നമുക്ക് കിട്ടിയില്ല, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഉദയ്പൂരിലെ മെയിനായിട്ട് കാണേണ്ട സ്ഥലമൊക്കെ കണ്ട് അതിനുശേഷം അജ്മീർ പോയി. അജ്മീർ ദർഗ പോയി. അവിടെ മെയിനായിട്ട് നമ്മൾ മേജർ സിറ്റീസൊക്കെ ഒഴിവാക്കണം എന്നുള്ള ലക്ഷ്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും രാജസ്ഥാനിൽ അടിപൊളിയാണ്, ഇത്രയും സിറ്റി നമ്മൾ മിസ്സാക്കണ്ടെന്ന് നമ്മൾ ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് ഇപ്പോൾ നമ്മുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്, ആളുടെ ഒരു ഇതാണ്. അപ്പോൾ ആൾ പറഞ്ഞ് നിങ്ങൾ അജ്മീർ, ജയ്പൂർ, ഉദയ്പൂർ ഒന്നും മിസ് ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെ ആ വഴി തന്നെ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ആളുടെ ഒരു നിർദ്ദേശപ്രകാരം ജയ്പൂർ എത്തി. ജയ്പൂരിൽ നിന്ന് അവിടെ കാണേണ്ട സംഭവങ്ങളൊക്കെ കണ്ട്, അതായത് ഹവാമഹൽ, അവിടുത്തെ എന്താണോ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇത് നമ്മൾ കണ്ട്. അപ്പോൾ നമ്മൾ യാത്രയിൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ആളുകൾ പോകണതല്ലാത്തൊരു സ്ഥലമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിറ്റീസൊക്കെ ഒഴിവാക്കിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജയ്പൂരിൽ നിന്ന് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഹരിയാനയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹരിയാന കയറി നമുക്ക് ഡൽഹി പോകണമായിരുന്നു. അതായത് കുറച്ച് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോകണം. അപ്പോൾ ഞങ്ങളങ്ങനെ ഡൽഹിയും കൂടെ നമ്മൾ റൂട്ടിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡൽഹി ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ ഡൽഹി പോണ സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനുണ്ട്, ഉല്ലാസേട്ടൻ എന്നാണ് പേര്, ഉല്ലാസ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളങ്ങനെ ഉല്ലാസേട്ടൻ്റെ അടുത്ത് പോവാണ്. ഉല്ലാസേട്ടൻ ഞങ്ങൾ ഫോൺ ചെയ്ത് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പർച്ചേസ്, പിന്നെ അതുപോലെ അവിടേക്ക് വേണ്ട തണുപ്പിനുള്ള പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങൾ, സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത്. പിന്നെ ഉല്ലാസേട്ടൻ്റെ കുറച്ച് നല്ല കോട്ട് കാര്യങ്ങളുണ്ടായിരുന്നു, അത് തണുപ്പത്ത് ഇടാനുള്ളതായിട്ട്. അപ്പോൾ ആൾ നമുക്കത് തന്ന്. പിന്നെ ശേഷം നമ്മൾ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് ഉല്ലാസേട്ടൻ പറഞ്ഞ് നമുക്ക് ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ ജമാ മസ്ജിദ് പോയി. അപ്പം അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ തിരിച്ച് ഡൽഹി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഉത്തരാഖണ്ഡ് പോയി, അവിടെ ഉത്തരാഖണ്ഡൊക്കെ പോയി തിരിച്ച് നമ്മൾ ജമാ മസ്ജിദ് വെച്ച് നമ്മൾ കണ്ടുമുട്ടി വീണ്ടും. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, എടാ നിങ്ങൾ ഇവിടം വരെ വന്നതല്ലേ, ഹോളി മിസ്സാക്കണ്ട, UP-ലേക്ക് പൊക്കോന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കയറി വന്ന്, അതായത് നമ്മൾ കയറി രാജസ്ഥാൻ ഫുള്ള് കവർ ചെയ്ത് ഡൽഹി എത്തിയ ദൂരത്തിൻ്റെ പകുതി ഉണ്ട് തിരിച്ച് UP എത്താൻ. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും മിസ്സാക്കണ്ട, അത്രയും പക്കായിട്ടുള്ളൊരു ഹോളിയാണ്, ലൈഫിൽ ഒരു പ്രാവശ്യം മിസ് ചെയ്താൽ നിങ്ങൾ എന്താ പറയുക മൊത്തമായിട്ട് മിസ് ചെയ്തൊരു സംഭവമാണ്, ഹോളി മിസ്സാക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി, തിരിച്ച് UP-ക്ക് വരാമെന്നുള്ള രീതിയിൽ മാറ്റി. അതായത് പുണ്യേട്ടൻ പറഞ്ഞ് നിങ്ങൾ നടന്ന് എത്തൂല, അതായത് നിങ്ങൾ ട്രെയിന് പോകണം, അതായത് നിങ്ങളുടെ റൂട്ട് നിങ്ങൾ ഡൽഹി വെച്ച് പൗസ് ചെയ്തിട്ട് ഈ ഹോളിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ട്രെയിന് പോയിട്ട് തിരിച്ച് ഡൽഹി വന്ന് നിങ്ങൾ വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വർത്താണ് UP-ലെ ഹോളി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ UP-ൽ ഹോളി കാണാൻ പോയി.
അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഹോളി എന്ന് പറയുന്നത്. ഒരു വലിയൊരു ക്ഷേത്രം, അതിൻ്റെ അകത്ത് എത്ര ആൾക്കാരെ കൊള്ളിക്കാൻ പറ്റുമോ അതിൻ്റെ ഇരട്ടി ആൾക്കാരുണ്ട്. അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും പൊടി എറിയുന്നു, വെള്ളം ഒഴിക്കുന്നു, ഫുള്ള് കളറ്, ശ്വാസം മുട്ട് കാര്യങ്ങൾ, മൊത്തം ഭയങ്കര ക്രൗഡ്. അപ്പോൾ പക്ഷെ അതൊരു ഭയങ്കര അനുഭവമാണത്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയ കളറൊക്കെ വാങ്ങി ഹോളി ആഘോഷിക്കുമ്പോൾ പോലും ഇത്രയും ഭയങ്കര ഒരു ഹോളി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കര അനുഭവമായി പോയി. അങ്ങനെ നമ്മൾ ഹോളി ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ ചെരുപ്പൊക്കെ നമ്മൾ എടുത്തു വെച്ച് സേഫായിട്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ പോയി തിരിച്ചു കഴിയുമ്പോഴേക്കും അവിടെ 2 ടിപ്പറിൽ അടിക്കുക പോലെ ചെരുപ്പ്, അത്രയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു ഹോളി നമ്മൾ ജീവിതത്തിൽ ഉണ്ണിയായിട്ട് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആഗ്രയിൽ താജ്മഹൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ട് സെറ്റായി. അതായത് താജ്മഹൽ കാണണമെന്ന് എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും. ഞങ്ങൾ താജ്മഹൽ കണ്ട് നമുക്ക് ഇനി അടുത്ത് ഡൽഹിയിൽ നിന്ന് ഇറങ്ങണം, അതായത് ഹരിയാന വഴി പഞ്ചാബ് കയറണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഹരിയാന കയറാണ്. അപ്പോൾ ഹരിയാന കയറുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങി മുജുവും ശ്രീയും, അതായത് മുജിതബയും ശ്രീരാഗും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു 20 കിലോമീറ്റർ ഫ്രണ്ടിലുണ്ട്. നമ്മുടെ ഉന്തോണ്ടിയായിട്ട് വന്ന ടീമുണ്ട് 20 കിലോമീറ്റർ ഫ്രണ്ടിൽ. നിങ്ങൾ ഇപ്പോൾ ഒന്ന് സ്പീഡ് വരികയാണെങ്കിൽ നമുക്ക് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞു. അതായത് നാട്ടിൽ ഏകദേശം ഒരു 65-70 കിലോമീറ്റർ ദൂരത്തുള്ള 4 പേര് ഏകദേശം 2500 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തു നമുക്ക് വേണ്ടി. ഒരു കാലത്തോട്ട് ഉച്ചവരെ വെയിറ്റ് ചെയ്യണം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും സ്പീഡിൽ നടന്ന് അവരുടെ അടുത്ത് എത്തി. ഈ ഒരേ മൈൻഡ് സെറ്റുള്ള 4 പേരായി പിന്നെ ആ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ 2 ആളായി നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഒരു സൈഡിൽ ടെൻ്റ് അടിച്ചാൽ നമുക്ക് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും മോഷണ ശ്രമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. 4 ആളായപ്പോൾ ആ ടെൻഷൻ പോയി. നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ഒരു 5 മണിയൊക്കെ ആയി കഴിഞ്ഞാടാ നമുക്ക് ഇന്ന് ഇവിടെ ടെൻ്റ് അടിക്കണം എന്ന് ചോദിച്ചാൽ ഓക്കെ, ഒരാൾ അപ്രൂവ് ചെയ്ത് എല്ലാവരും അപ്രൂവൽ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ അങ്ങനെ നമ്മൾ ഹരിയാനയിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ ഗുരുദ്വാരാസ് കാര്യങ്ങളാണ്. നമുക്ക് സ്റ്റേ അടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഫുഡ് അവിടെ നിന്ന് കിട്ടും. അതേപോലെ അവരൊരു കൾച്ചറുടെ ഭാഗമായിട്ട് അവരങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ അവിടെ ചെറിയ പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന, അവിടെ താമസിച്ച് പഠിക്കുന്ന പിള്ളേർ, നമ്മുടെ പഴയ ഗുരുകുല സമ്പ്രദായമൊക്കെ പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു ഗുരുദ്വാരയിൽ പോയി. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരാൾ ചോദിച്ചു, ഇതുപോലെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊരു സ്റ്റേ അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അതെ തീർച്ചയായും പറ്റും. നിങ്ങൾ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി, അതായത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഈ സംഭവമൊക്കെ നോക്കുന്നത്. ഞങ്ങളുടെ ഗുരുക്കൾ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കുറേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സഹായിക്കുന്നത് ഞങ്ങൾക്കൊരു ഭയങ്കര അഭിമാനമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വെൽക്കം ചെയ്യുമ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരിനെ അവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കാനും ഞങ്ങളുടെ എവിടെ കിടക്കേണ്ടത്, ഞങ്ങൾക്ക് അപ്പോൾ ഫുഡ് വേണം, അപ്പോൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ പിള്ളേരെ ഏൽപ്പിച്ച്. അതൊരു 10 വയസ്സിന് താഴെയുള്ള 3 പിള്ളേർ, മൊത്തം വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ കെട്ടൊക്കെ കെട്ടിയ പിള്ളേർ. ഇവർ അടിപൊളി പിള്ളേർ, വേറെ ലെവൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പഡ് എനർജി ലെവലുള്ള പിള്ളേരാണ്. ഇവർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എടാ ചേട്ടാ ഇങ്ങോട്ട്, അതായത് ഹിന്ദിയിലാണ് പറയുന്നത്, നമുക്ക് തിരിച്ചു പറയാൻ അറിയില്ല എന്നുള്ളൂ, പക്ഷെ നമുക്ക് കേൾക്കാൻ മനസ്സിലാവും. ഇങ്ങോട്ട് വാ, സ്റ്റെപ്പ് കയറുക, അങ്ങനെയാണ് ചേട്ടാ, വെള്ളം അവിടെ ഉണ്ട്, കൈ ഇവിടെ നിന്ന് കഴുകൂ, കാല് കഴുകാൻ അങ്ങോട്ട് പോകാം, ഇവിടെ കുളിക്കാൻ പറ്റും, ഇവരെല്ലാം നമുക്കിങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗുരുദ്വാരയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലങ്കാർ ഹാൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നമ്മളവിടെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ഫുഡ് തരാൻ ഒരു പ്രത്യേക ഹാൾ പോലൊരു സാധനമുണ്ട്. അപ്പോൾ എല്ലാവരും നിലത്തിരുന്നൊരു നീളത്തിലൊരു ഇത് വിരിക്കും, ഒരു കാർപ്പറ്റ് പോലത്തെ ഒരു സാധനം. അപ്പോൾ അത് വിരിച്ചിട്ട് അവർ നമുക്ക് റൊട്ടി ആയിരിക്കും മെയിനായിട്ടുള്ള അവിടുത്തെ ഭക്ഷണം. അതായത് ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി, ചില അവിടെ ചോറുണ്ടാവും, അപ്പോൾ പിന്നെ തൈരും. അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഭക്ഷണം. അങ്ങനെ നമ്മൾ അവിടെ ഗുരുദ്വാരയിൽ സ്റ്റേ അടിച്ച് യാത്ര മുന്നോട്ട് പോവാണ്. നമുക്ക് ഹരിയാന കഴിഞ്ഞ അടുത്ത് പഞ്ചാബാണ്. അപ്പോൾ പഞ്ചാബിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിവ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാബിനെ കുറിച്ച് നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെല്ലാം അടിപൊളിയാണ്, നല്ലതാണ്, നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും, അതുപോലെ അവിടുത്തെ കൃഷികൾ കാര്യങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഞ്ചാബിൽ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ എത്തിയപ്പോൾ 42 ഡിഗ്രിയാണ് അവിടുത്തെ ചൂട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് ഉച്ചയ്ക്കൊന്നും നടക്കൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കാലത്ത് ഒരു 5 മണിയാകുമ്പോൾ എണീക്കും, എന്നിട്ടൊരു 9:30 വരെ നടക്കും. ഈ 9:30 നമ്മുടെ യാത്രയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. പിന്നെ ഒരു വൈകുന്നേരം 5-5:30 വരെ നമുക്ക് ഒരു പരിപാടിയില്ല. നമ്മൾ സൈഡിൽ കുക്കിംഗ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് ഇരുന്ന് പിന്നെ ഒരു 4:30-5 മണിക്ക് ശേഷമാണ് അടുത്ത ഒരു ഹാഫ് കഴിഞ്ഞ് അടുത്ത ഹാഫ് അപ്പോഴാണ്.
രാത്രി ഒരു 10 മണി വരെയൊക്കെ നീളുന്ന ഒരു യാത്രയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചാബിലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഖന്ന എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 9 മണി 9:30 നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് റോഡിലേക്ക് വന്നപ്പോൾ ഒരു ഷെയ്ക്കാൻ്റെ വന്ന്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഷെയ്ക്കാൻ്റെ കൊടുത്ത്. അപ്പോൾ ആൾ ചോദിച്ച് എവിടേക്കാ ചോദിച്ചാൽ നമ്മൾ ഇതുപോലെ പോവാണ്. അപ്പോൾ നമ്മൾ റോഡിൽ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും ആൾക്ക് മനസ്സിലായി. ആൾ പറഞ്ഞ ഫ്ലാഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി യാത്രയാണ്, എന്തായാലും ഇന്നിവിടെ നിൽക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആളുടെ പേര് ജ്യോതിവീർ സിംഗ് എന്നാണ്. അപ്പോൾ ആൾ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോവാം, എന്തായാലും നിങ്ങൾ കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പഞ്ചാബിൽ നിന്ന് ആദ്യമായിട്ട് നമുക്കൊരു വീട്ടിൽ ഒരു സ്റ്റേ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മനെയും വൈഫിനെയൊക്കെ വിളിച്ച് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അവർ ഇതുപോലെ നമുക്ക് കാണിച്ചു തരാം. അതായത് ഈ ചോളത്തിൻ്റെ പൊടി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കയ്യിലാണ് പരത്തുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാം. ഓരോ സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മളിതൊക്കെ കേട്ട് ഏകദേശം ഒരു 4:30 വരെ ഇത് കേട്ടുകൊണ്ടിരിക്കും. ഇവർ നമുക്ക് വേണ്ടി അവരുടെ ഒരു ദിവസം മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ പഞ്ചാബിലെ ആദ്യത്തെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അവരാണ്, ജ്യോതിവീർ സിംഗ് ആളുടെ പേര്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുരുദ്വാര ആണ്, പക്ഷെ എന്നാൽ ഗുരുദ്വാര അല്ലാത്തൊരു സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ പോയി ചോദിച്ച് സ്റ്റേ അടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ, നിങ്ങൾ അവിടെ സ്റ്റേ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്ത് പോകുമ്പോൾ അത് വേറൊരു അന്തരീക്ഷം. അതായത് ഗുരുദ്വാരല്ല, പക്ഷെ വേറൊരു അന്തരീക്ഷം. നമ്മുടെ അഘോരീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സ്ഥലം. ഒരാൾ ഇതുപോലെ താടിയൊക്കെ നന്നായിട്ട് വളർത്തിയൊരു തലയിൽ ഭസ്മൊക്കെ തേച്ച് ഫ്രണ്ടിലൊരു തീൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പൂജ കാര്യങ്ങളൊക്കെ ഇരിക്കുക. ഞങ്ങൾ 4 പേര് ഇങ്ങനെ ആളുടെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് നിരന്നിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആൾ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് നമ്മളവിടെ നിന്ന് ഫുഡ് കഴിച്ച്. അപ്പോൾ ആൾ പറഞ്ഞ് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ കിടന്നെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹാള്. ആ സംഭവം എന്ന് വെച്ചാൽ ഈ ഗുസ്തി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഒരു പണ്ടത്തെ ഒരു ഫയൽമാൻ ഉണ്ടായിരുന്നു, ഗുസ്തി ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതുപോലെ മരിച്ചു. അപ്പോൾ ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ കുതിരയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയൊരു കുതിരയുടെ ഒരു രൂപവും അതിന് മുകളിൽ ആളുടെ രൂപമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസം എണിച്ച് പിന്നെയും മുന്നോട്ട് പോവാണ്. അങ്ങനെ ബിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബിയാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു മലയാളി ചേട്ടനുണ്ട്. അപ്പോൾ ആളെ നമ്മൾ കണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ് ഇന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വാ, ഇവിടെ ഒരു പള്ളിയിലച്ഛനെ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അവർക്കെല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് അങ്ങോട്ട് പോയി. പോയപ്പോൾ കാലടിയിലുള്ള ഫാദറാണ്, ആളുടെ പേര് ലോറൻസ് എന്നാണ്. അപ്പോൾ നമ്മളെ കണ്ടത് ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. അതായത് അവിടുത്തെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 4 മക്കളെ വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അവരെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് അച്ഛൻ പോയിട്ട് ഈ നോട്ടിൻ്റെ മാല കൊണ്ടുവന്ന്, അതായത് അച്ഛൻ്റെ അവിടുത്തെ കൾച്ചർ പറഞ്ഞുതരാം. അതായത് ഒന്നല്ലെങ്കിൽ നമ്മൾ അതിഥിയെ സ്വീകരിക്കുമ്പോൾ നോട്ടുമാല ഇടും, അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ മാല ഇടും. നമ്മൾ നോട്ടുമാല ആകുമ്പോൾ നിങ്ങൾ ഒരു മെമ്മറി ആയിട്ട് എടുത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നമുക്ക് നോട്ടുമാലയൊക്കെ തന്നു. ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലൊരു 10-30-35 പേരുണ്ട്. ഞങ്ങൾ 4 അങ്ങനെ നോട്ടുമാലയൊക്കെ ഇട്ട് ഭയങ്കര ഇത് കേട്ടെങ്കിലും നിൽക്കുക. അങ്ങനെ നമ്മൾ ആ ദിവസം അവിടെ അടിച്ചു പൊളിച്ച് ചെലവഴിച്ച്. അങ്ങനെ നമ്മൾ പഞ്ചാബിൽ നിന്ന് ജമ്മു ബോർഡർ കയറാൻ വേണ്ടി പോകണം. അതാണ് അടുത്ത ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമുക്ക് അട്ടാരി വാഗ ബോർഡറും അതുപോലെ ഗോൾഡൻ ടെമ്പിളും വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും കൺവള ബോയും പറഞ്ഞ് ഗോൾഡൻ ടെമ്പിൾ പോകണം, അതുപോലെ അട്ടാരി വാഗ ബോർഡറും പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ ലക്ഷ്യമാക്കിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ മെയിൻ സിറ്റീസിൻ്റെ ഇടയിലും ഏകദേശം 4 ദിവസം 4.5 ദിവസം നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. നടക്കുന്നത് കാരണം നീങ്ങുന്നില്ല. അതുപോലെ പഞ്ചാബിലെ ചൂട്, പിന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പഞ്ചാബിൽ ചൂട് കാരണം. ഏകദേശം 42 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ എത്തി. രാത്രി ഒരു 2:30 അവിടെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ പോയി. ഗോൾഡൻ ടെമ്പിൾ കണ്ട്. പിന്നെ അതുപോലെ അട്ടാരി വാഗ ബോർഡർ പോയി. അത് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് അട്ടാരി വാഗ ബോർഡർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മുടെ അങ്ങനെ രോമാഞ്ചമായിട്ട് വന്ന് നിൽക്കും. അത്രയും പക്കയുള്ളൊരു സ്ഥലമാണ്, ഭയങ്കര ഹാപ്പി ഉള്ളൊരു മൊമെൻ്റ് ആയിരിക്കും അത്. പിന്നെ തിരിച്ച് നമ്മുടെ അതായത് അട്ടാരി വാഗ ബോർഡർ 40 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരണം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് ലാസ്റ്റ് ജമ്മു കയറാൻ വേണ്ടി പോവാം.